ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലെ സംഘർഷം വലിയ രീതിയിലായിരുന്നു. സംഘർഷം UDF കോഴിക്കോട് ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങിയിട്ടുണ്ട്. അവശ്യ സർവീസുകളെല്ലാം ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഹർത്താലുമായി സഹകരിക്കുന്ന ലക്ഷ്മിപ്രിയ ചേരുകയാണ്. വിവരങ്ങളുമായി ലക്ഷ്മിപ്രിയ, ഹർത്താൽ ആരംഭിച്ചു കഴിഞ്ഞോ? പിന്നിൽ പോലീസ് സന്നാഹങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ തുടങ്ങിയതേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം? പിന്നെ രാവിലെ 6 മണി മുതൽ തന്നെ ഹർത്താൽ ആരംഭിച്ചിട്ടുണ്ട്. ചേവായൂർ സഹകരണ ബാങ്കിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായിരുന്നു. രാവിലെ 8 മണിക്കാണ് തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത്. വൈകുന്നേരം 4 മണിക്ക് വോട്ടെടുപ്പ് അവസാനിക്കുകയും ചെയ്യും. ഈ ഒരു സമയം വരെ ഈ കോൺഗ്രസും അതുപോലെ തന്നെ CPM-ഉം കോൺഗ്രസ് വിമതരും തമ്മിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് കോൺഗ്രസ് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ഒരു കോഴിക്കോടിന്റെ കോൺഗ്രസിന്റെ ഹർത്താലിന് കേരള വ്യാപാരി ഏകോപന സമിതിയും അതുപോലെ തന്നെ സ്വകാര്യ ബസ്സിന്റെ സംഘടനകളൊന്നും ഇതിന് അനുകൂലിക്കുന്നില്ല. അവർ പറയുന്നത് ഇന്ന് സർവീസ് നടത്തുമെന്ന് തന്നെയാണ്. ആദ്യം അവർ അറിയിച്ചിരുന്നത്. അതായത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അവർ ഈ ഒരു ഹർത്താലിന് ആദ്യം അനുകൂലിച്ചിരുന്നു. എന്നാൽ അവശ്യ സർവീസുകൾ നടത്തുമെന്നാണ് ഇപ്പോൾ സ്വകാര്യ ബസ്സുകളുടെ സംഘടന അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇന്നലെ ഹർത്താൽ ആഹ്വാനം ചെയ്ത സമയത്ത് തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇതിനെ എതിർത്തിരുന്നു. അവർ പറയുന്നത് തങ്ങൾ കടകൾ തുറക്കുമെന്ന് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, നിരവധി ബസ്സുകൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. ആളുകൾ ബസ്സിലേക്ക് കയറാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതായാലും ഇവർ അവശ്യ സർവീസുകൾ നടത്തുന്നത് ആളുകൾക്ക് വലിയ ഉപകാരമായിരിക്കും. കാരണം ഹർത്താൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പല സ്ഥലങ്ങളിലായി കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ആ സാഹചര്യം ഇന്ന് ഉണ്ടാവില്ല എന്നുള്ളത് യാത്രക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. ഏതായാലും ഹർത്താൽ തുടരുകയാണ്. ഈ ഒരു ഹർത്താലിൽ നിന്ന് അവശ്യ സർവീസുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് പാൽ, പത്രം, ആംബുലൻസ് തുടങ്ങിയ സർവീസുകൾ, അതായത് വിവാഹം തുടങ്ങിയ സർവീസുകളെല്ലാം ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഏതായാലും 1 മണിക്കൂറുകളിൽ മാത്രമേ ലക്ഷ്മിപ്രിയ ഈ പറഞ്ഞതുപോലെ ഹർത്താലിൻ്റെ ഒരു അവസ്ഥ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കാതെ അവശ്യ സർവീസുകളൊക്കെ ഉണ്ടെന്നാണ് ലക്ഷ്മി റിപ്പോർട്ട് ചെയ്യുന്നത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്തായാലും ഈ ഹർത്താലുമായി സഹകരിക്കുന്നില്ല.